എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റർ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിന്തകൾ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾ മാറ്റാനും ജീവിതം തന്നെ മാറ്റിമറിക്കാനും സാധിക്കുന്ന ഒന്നാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൗ സക്സസ്ഫുൾ പീപ്പിൾ തിങ്ക് എന്ന് ജോൺ സി മാക്സ്വെൽ എഴുതിയ പുസ്തകത്തെ കുറിച്ചാണ്. 50 ഭാഷകളിലായി 24 ദശലക്ഷത്തിലധികം പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞ ന്യൂയോർക്ക് ടൈംസിന്റെ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളുടെ എഴുത്തുകാരനും പ്രഭാഷകനുമാണ് ജോൺ സി മാക്സ്വെൽ. 2014 മാക്സ്വെല്ലിന് ജനപ്രിയ നേതൃത്വ വിദഗ്ധനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്റർനെറ്റ് തുടർച്ചയായി 6 വർഷം മികച്ച പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ജോൺ സി മാക്സ്വെൽ. 5 ദശലക്ഷത്തിലധികം നേതാക്കളെ പരിശീലിപ്പിച്ച ഇക്വിപ്പിന്റെ സ്ഥാപകനും കൂടിയാണ് ജോൺ സി മാക്സ്വെൽ. കഴിഞ്ഞ 40 വർഷമായി ഓതർ വിജയിച്ച ആളുകളെ കുറിച്ച് പഠിച്ചറിഞ്ഞ് എഴുതിയ ഒരു പുസ്തകമാണ് ഹൗ സക്സസ്ഫുൾ പീപ്പിൾ തിങ്ക് എന്നുള്ള ഈ പുസ്തകം. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് വിജയിച്ച ആളുകളുടെയൊക്കെ ജീവിതത്തിൽ പല പല വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാൽ എല്ലാവരുടെയും കാര്യത്തിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത് ചിന്തകൾ തന്നെയാണെന്നാണ്. ഒരു സാധാരണക്കാരന്റെ ചിന്താഗതി എന്ന് പറയുന്നത് എങ്ങനെയും ഒരു ജോലി കിട്ടണം, ഒരു കുടുംബം ഉണ്ടാക്കണം, കുടുംബം ഉണ്ടാക്കി കഴിഞ്ഞ് കുടുംബത്തെ നോക്കണം, ഒരു കാർ എടുക്കണം, നാട്ടുകാരുടെ മുൻപിൽ തനിക്ക് എല്ലാം ഉണ്ട് എന്നൊന്ന് കാണിക്കണം എന്നുള്ളതാണ് പലപ്പോഴും ഒരു സാധാരണക്കാരന്റെ ചിന്താഗതി. നാട്ടുകാരുടെ മുൻപിൽ തനിക്ക് എല്ലാം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തന്റെ സ്വപ്നങ്ങളെ പലപ്പോഴായും ത്യാഗം ചെയ്യുന്നവരാണ് നമ്മളെ പോലുള്ള പല മിഡിൽ ക്ലാസ് ആൾക്കാർ. എന്നാൽ സമ്പന്നനായ ഒരാളുടെ ചിന്തകൾ അല്ലെങ്കിൽ സമ്പന്നനായ ഒരാളുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവര് ഈ ഒരു ചിന്താഗതിയോടെ നടക്കുന്നവരായിരിക്കില്ല. ബിക്കോസ് ദേ തിങ്ക് ഔട്ട്സൈഡ് ഓഫ് ദ ബോക്സ്. അതായത് ഒരു 100-ൽ 90% ആൾക്കാരും ചിന്തിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരുടെയും മുൻപിൽ ഞാൻ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും 90% ആൾക്കാരും ചിന്തിക്കുന്നതും ജീവിക്കുന്നതും. എന്നാൽ ബാലൻസ് 10% ആൾക്കാരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ചിന്തകളിൽ നിന്നും മാറിയായിരിക്കും ചിന്തിക്കുന്നത്. തങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാനും എങ്ങനെയും താൻ ചിന്തിക്കുന്ന തന്റെ സ്വപ്നത്തിൽ എത്തിച്ചേരാനും വേണ്ടി മാത്രമായിരിക്കും ബാലൻസ് 10% ആൾക്കാരും ജീവിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തുകയും ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണെന്ന് വെക്കാം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വെക്കാം. നമുക്ക് അധികം ലാഭം കിട്ടില്ല. മറിച്ച് നമ്മൾ അവിടെ ഒരു പുതിയ ചിന്താഗതി അല്ലെങ്കിൽ ഒരു പുതിയൊരു ആശയമാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നിരവധി ലാഭം കൊയ്യാനും അതിലൂടെ നമുക്ക് ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താനും സാധിക്കും. ഏതൊരു കാര്യമാണ് എങ്കിലും നമ്മൾ എങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമായിരിക്കും പുതിയൊരു ആശയം അവിടെ രൂപം കൊണ്ടുവരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും തകരാം. എന്നാൽ നന്നായി ചിന്തിക്കാൻ കഴിവുള്ള ഒരാളുടെ മനസ്സിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ നല്ലതുപോലെ വർക്ക് ചെയ്യണം. നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ചിന്തകളായിട്ട് പുറത്തേക്ക് വരുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉള്ളിലേക്ക് കൊടുക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഒരു നെഗറ്റീവ് അപ്രോച്ച് മാത്രമായിരിക്കും. എന്നാൽ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മാക്സിമം പോസിറ്റീവായിട്ടുള്ള ബുക്സ് വായിക്കുക, അങ്ങനെയുള്ള കണ്ടന്റുകൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് കൂടിയായിരിക്കും. നമ്മൾ മാക്സിമം നന്നായി ചിന്തിക്കുന്ന ആളുകളായിട്ട് കൂട്ടുകൂടുകയും നന്നായി ചിന്തിക്കുന്ന ആളുകളായിട്ട് സംസാരിക്കുകയും അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. കാരണം ബുക്കിൽ നോട്ട് ചെയ്യുന്നതിലൂടെ ആ പോയിന്റ്സ് എവിടെ മറന്നു പോകാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്നാൽ ഇങ്ങനെ എഴുതി വെക്കാണ്ട് മനസ്സിൽ മാത്രം ചിന്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പോയിന്റുകളൊക്കെ മനസ്സിലേക്ക് മാത്രം എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നന്നായി പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാക്സിമം ഒരു നോട്ട്ബുക്കിലേക്ക് കുറിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓതർ പറയുന്നുണ്ട് തന്റെ ഭാര്യയും സുഹൃത്തുക്കളും ഒക്കെ നല്ലതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്ന്. ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമാണ് എന്നാണ്. ഇതൊരു അനുഗ്രഹമായിട്ട് ഓതർ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പല ആശയങ്ങളും ഇദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന പല ആശയങ്ങളെയും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായാലും ഭാര്യയായാലും ചോദ്യം ചെയ്യും. ഇതിലൂടെ ഇദ്ദേഹത്തിന് പുതിയ ആശയങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചിന്തിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു സ്ഥലം മാറ്റിവെക്കുക, ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മളൊരു സമയം മാറ്റിവെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ലൈഫിലെ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നതനുസരിച്ച് പല സമ്പന്നരായ ആളുകളും അവരുടെ ലൈഫില് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സമയം, അതായത് ഒരു ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത ആളുകളെ കുറിച്ചുള്ള എക്സാമ്പിൾസും ഇദ്ദേഹം പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
ഇങ്ങനെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റിവെക്കുകയും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്ഥലം കണ്ടുവെക്കുകയും നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആശയങ്ങളെ എഴുതി വെക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് മാറി ചിന്തിക്കുവാനും പുതിയ ആശയങ്ങളെ വളർത്തിയെടുക്കുവാനും സാധിക്കും. ചിന്തകൾ മാറുന്നതിലൂടെ ജീവിതം തന്നെ മാറുകയും ചെയ്യും. സോ നിരവധി എക്സാമ്പിൾസിലൂടെ പോകുന്ന ഒരു പുസ്തകമാണിത്. എങ്ങനെ നമ്മുടെ ചിന്തകളെ ഒരു ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുവരാമെന്ന് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. സോ എല്ലാവരും ഈ പുസ്തകം വാങ്ങിച്ച് മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.